എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന മിക്ക ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഹാഫ് ക്ലച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത്. ഞാൻ പല മെത്തേഡുകളും പറഞ്ഞിട്ടുണ്ട് ഹാഫ് ക്ലച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ടും ചില ആളുകൾക്ക് അത് ശരിയാവുന്നില്ല. അത്തരം ആളുകൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യുക. വലത് കാല് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വളരെ വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇടത് കാല് ക്ലച്ചിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടില്ല. കറക്റ്റായിട്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. ഇങ്ങനെ വെക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പ്രാക്ടിക്കലി നോക്കൂ. ഇതുവരെ ഹാഫ് ക്ലച്ച് ആക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. 100% നിങ്ങൾക്ക് സംഭവം ഓക്കെ ആവും. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ. ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആളുകളും ക്ലച്ചിൽ കാല് വെക്കുന്ന ഒരു രീതി ഇതെങ്ങനെയായിരിക്കും. ഇങ്ങനെ ക്ലച്ചിൽ കാല് വെക്കും, എന്നിട്ട് പതിയെ എടുത്തിട്ട് താഴെ വെക്കും. ഇങ്ങനെയാണ് വെക്കുക. അപ്പോൾ ഹാഫ് ക്ലച്ച് ആക്കാൻ വേണ്ടിയിട്ട് വലിയ പാടുപെടുന്നുണ്ടാവും. അതായത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കാല് വറക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഹാഫ് ക്ലച്ച് കറക്റ്റായിട്ട് ആവാഞ്ഞിട്ട്. അപ്പോൾ വല്ലാണ്ട് സ്ട്രെയിൻ എടുക്കുന്നു എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. എന്നാൽ ഇനി ഇങ്ങനെ നിങ്ങൾ വെക്കുന്നതിന് പകരം നിങ്ങൾ വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ ഉപ്പൂറ്റി ഇങ്ങനെ ഫിക്സ്ഡ് ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം ക്ലച്ച് ഇങ്ങനെ ചവിട്ടുക. നോക്കി നിങ്ങൾ ഇതേപോലെ ക്ലച്ച് ചവിട്ടണം. ക്ലച്ച് ചവിട്ടിയിട്ട് ഹാഫ് ക്ലച്ച് ആക്കാൻ വേണ്ടിയിട്ട് പതിയെ ഇങ്ങനെ കാലിൻ്റെ മുകൾ ഭാഗം പൊക്കുക, ഉപ്പൂറ്റി ഫിക്സ്ഡ് ആക്കിയിട്ട് തന്നെ വെക്കുക. കറക്റ്റായിട്ട് ഹാഫ് ക്ലച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവും, അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് പിടിക്കുക, പിന്നീട് റിലീസ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഹാഫ് ക്ലച്ച് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉപ്പൂറ്റി നിലത്ത് വെക്കണമെന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഗിയർ ഷിഫ്റ്റിംഗ് നോർമലി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉപ്പൂറ്റി ഫിക്സ്ഡ് ആക്കേണ്ട കാര്യമില്ല. നോർമലി ഇതെങ്ങനെ ചവിട്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഹാഫ് ക്ലച്ച് ആക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉപ്പൂറ്റി കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് നിർത്താൻ വേണ്ടി കഴിയും. കണ്ടില്ലേ? ഉപ്പൂറ്റി കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഇങ്ങനെ ഹാഫ് ക്ലച്ച് ആക്കുക. നോക്കി എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കി ഇങ്ങനെ ആക്കുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുവരെ പറ്റിയില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ആക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.